ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുഗമിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാം ഈ പീലാസയിൽ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാം ഈ പീലാസയിൽ. പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ. പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ. ഒരുമയോടർപ്പിച്ചിടാം ഈ അൾത്താരയിൽ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, കൈത്താക്കാലത്തിലെ 5-ാം ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. സഭയുടെ വളർച്ചയുടെ കാലഘട്ടത്തിലൂടെ നമ്മൾ ഈ കടന്നു പോകുമ്പോൾ ആത്മാർത്ഥമായി നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. സഭയുടെ വളർച്ചയിൽ ഞാനാകുന്ന അവസ്ഥയിൽ എന്നെയും കൊണ്ട് പ്രവർത്തിക്കുവാനും എൻ്റെ ജീവിതം വഴിയായി സാക്ഷ്യം നൽകുവാനും എനിക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ, ആവശ്യങ്ങളെല്ലാം ഈ അൾത്താരയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളെയെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയോടും ഭക്തിയോടും കൂടെ നമുക്ക് ഈ ബലി ആരംഭിക്കാം. പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേ
അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്മാരകമായ വിശുദ്ധ കുർബാന ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഈ പരിഹാര രഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഞങ്ങൾ സഭയിൽ അങ്ങയുടെ വിശ്വസ്തദാസനായി ജീവിക്കുവാൻ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ആമേൻ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കതിനെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നതുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. Amen. My brethren, a reading from Leviticus chapter 23 verses from 33 to 44. Bless me, Father. May God bless you. The festival of booths. The Lord spoke to Moses, saying, "Speak to the people of Israel, saying, on the 15th day of this 7th month, and lasting 7 days, there shall be the festival of booths to the Lord. The first day shall be a holy convocation. You shall not work at your occupations. 7 days you shall present the Lord's offering by fire. On the 8th day you shall observe a holy convocation and present the Lord's offering by fire. It is a solemn assembly. You shall not work at your occupations. These are the appointed festivals of the Lord, which you shall celebrate as times of holy convocation, for presenting to the Lord offering by fire, burnt offerings and grain offerings, sacrifices and drink offerings, each on its proper day, apart from the Sabbaths of the Lord, and apart from your gifts, and apart from all your votive offerings, and apart from all your freewill offerings, which you give to the Lord. Now, the 15th day of the 7th month, when you have gathered in the produce of the land, you shall keep the festival of the Lord, lasting 7 days, a complete rest in the first day, and a complete rest on the 8th day. On the first day you shall take the fruit of majestic trees, branches of palm trees, boughs of leafy trees, and willows of the brook, and you shall rejoice before the Lord your God for 7 days. You shall keep it as a festival to the Lord 7 days in the year. You shall keep it in the 7th month as a statute forever throughout your generations. You shall live in booths for 7 days. All that are citizens in Israel shall live in booths, so that your generations may know that I made the people of Israel live in booths when I brought them out of the land of Egypt. I am the Lord your God. Thus Moses declared to the people of Israel the appointed festivals of the Lord. These are the words of the Lord. Praise be to Christ our Lord. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകമായ കൽപ്പനകളും അതിരസരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്ന ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. Amen. My brethren, reading from St. Paul's second letter to Corinthians,
chapter 12, verse 14 to 21. Bless me, O Lord. May Christ bless you. Here I am, ready to come to you this third time, and I will not be burdened, because I do not want what is yours but you. For children ought not to lay up for their parents, but parents for their children. I will most gladly spend and be spent for you. If I love you more, am I those to be loved less? Less is to be assumed that I did not burden you. Nevertheless, since I was crafty, I took you in my deceit. Did I take advantage of you through any of those whom I sent to you? I urged Titus to go and send the brother with him. Titus did not take advantage of you, did he? Did we not conduct ourselves with the same spirit? Did we not take the same steps? Have you been thinking all along that we have been defending ourselves before you? We are speaking in Christ before God. Everything we do, beloved, is for the sake of building you up. For I fear that when I come, I may find you not as I wish, and that you may find me not as you wish. I fear that there may, perhaps by quarreling, jealousy, anger, selfishness, slander, gossip, conceit, and disorder. I fear that when I come again, my God may humble me before you, and that I may have to mourn over many who previously sinned and not repented of the impurity, sexual immorality, and licentiousness that they have practiced. These are the words of the Lord. Praise be to Christ our Lord. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിതനാം കവിതൻ തൂലിക പോലെന്നാവിപ്പോ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. താതനും അതുപോൽ സുധനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 16 വാക്യങ്ങൾ 19 മുതൽ. ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടയും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും ആർഭാടപൂർവ്വം ആഹ്ലാദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിക്കൽ ലാസർ എന്നൊരു ദരിദ്ര വ്രണബാധിതനായി കിടന്നിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വിരുന്ന് വന്നുകൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. മാത്രമല്ല, നായ്ക്കൾക്ക് വന്ന അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന് മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ചു. അവൻ അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡനയിരിക്കെ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാൻ ലാസറിനെ അയക്കണമേ. എന്തെന്നാൽ ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് വിഷമം അനുഭവിക്കുന്നു.
അബ്രഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് നല്ലതൊക്കെയും ലഭിച്ചിരുന്നു. ലാസറിനോ ഒന്നും ലഭിച്ചില്ല. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിപ്പിടുകയും നീ യാതന അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതിനു പുറമെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ അവനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തെന്നാൽ എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡനങ്ങളും ഈ സ്ഥലത്ത് വരാതിരിക്കാൻ വേണ്ടി അവർക്ക് നീ സഹായം നൽകണമേ. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരുണ്ടല്ലോ, അവരെ കേൾക്കട്ടെ. അയാൾ പറഞ്ഞു, പിതാവായ അബ്രഹാമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവൻ മാനസാന്തരപ്പെടും. അബ്രഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരെയും കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യപ്പെടുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട മാതാപിതാക്കളെ, യുവജന സുഹൃത്തുക്കളെ, കുഞ്ഞുമക്കളെ, എളിമയുടെയും മാനസാന്തരത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഫലങ്ങളുമായി സഭയുടെ വളർച്ചയിൽ 4 ആഴ്ചകൾ നമ്മൾ പിന്നിട്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും പല പ്രാവശ്യം കേട്ട് പരിചയമുള്ളതും വായിച്ച് പരിചയമുള്ള ഒരു സുവിശേഷ ഭാഗമാണ് ഈശോ ഒരു ഉപമവഴിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ലാസറിൻ്റെയും ധനവാന്റെയും. നമുക്കറിയാം, ഈ ഉപമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. 2 വ്യക്തികളുണ്ടെങ്കിൽ പോലും ഒരാളുടെ പേര് മാത്രമാണ് ഉപമയിൽ പറഞ്ഞിരിക്കുക, ലാസർ. ധനവാൻ എന്ന് മാത്രം, അവൻ്റെ പേരോ ഒന്നും അവിടെ സൂചിപ്പിച്ചിട്ടില്ല. എന്തായിരിക്കും അതിന് കാരണമെന്ന് സുവിശേഷത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മൾ കടക്കുമ്പോൾ, പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട ചിന്തകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട്, ദൈവത്തെ കണ്ടെത്താനും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാനും ലഭിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല. The moments where we are able to find God, the moments through Him when we are able to do something good, we should never waste a time for it. രണ്ടാമതായിട്ട്, കരുണയുടെ ഫലങ്ങൾ നിരന്തരമായി സഭയെ പടുത്തുയർത്തുവാൻ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കണം എന്ന് സഭ ഓർമ്മിക്കുകയാണ്. ആക്ട് ഓഫ് മേഴ്സി ഷുഡ് ബി ദ മെയിൻ സ്ട്രീം ഓഫ് അവർ ലൈഫ് ഇസ് വാട്ട് ദ ചർച്ച് ഇസ് റിമൈൻഡിങ് us ഓൾവേസ്. ഒരിക്കൽ ഒരു വിശ്വാസ പരിശീലന ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന്. ഉടനെ ആ ക്ലാസ്സിലെ ഒരു കുഞ്ഞുകുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, ദൈവത്തെ കണ്ടിട്ടുണ്ട്, മദർ തെരേസ. കുഞ്ഞിന് മനസ്സിൽ ഒരു നിഷ്കളങ്കതയുമില്ലാതെ പറഞ്ഞ ഒരു ഉത്തരമാണ്. ഒരർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ കുഞ്ഞു പറഞ്ഞ ഉത്തരത്തിന് 100 മാർക്ക് തന്നെ നമുക്ക് കൊടുക്കേണ്ടി വരും. മദർ തെരേസയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഒരു ദൈവ സ്വഭാവമുള്ള ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് ഓർമ്മ വരിക. ദൈവത്തിൻ്റെ സ്വഭാവം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിത്വം. എന്താണ് അതിൻ്റെ പ്രത്യേകത? അന്യനായിട്ടല്ല, തൻ്റേതായി സ്വന്തമായിട്ട് കാണാനുള്ള ഒരു മനോഭാവം മദർ തെരേസയ്ക്കുണ്ടായിരുന്നു. അന്യനായിട്ടല്ല, മറിച്ച് സ്വന്തമായിട്ട് കാണാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് ഇന്ന് സുവിശേഷത്തിൽ ധനവാന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ ഒരു കാര്യം. അന്യനായിട്ടാണ് ധനവാൻ കണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, മനോഹരമായ ഒരു വ്യക്തിത്വമായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി. എന്തായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ പ്രത്യേകത? നഴ്സിംഗിലേക്ക് പ്രവേശിക്കുന്നേക്കാൾ മുമ്പ് തന്നെ
കുഞ്ഞുനാളിൽ തന്നെ ആതുര ശുശ്രൂഷയിൽ വളരെയേറെ താല്പര്യത്തോടെ മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അതിനുശേഷം വലുതായി കഴിഞ്ഞപ്പോൾ, നേഴ്സായി കഴിഞ്ഞപ്പോൾ യുദ്ധഭൂമിയിൽ സൈനികരെ ശുശ്രൂഷിക്കാനാണ് ലോറൻസ് നൈറ്റിംഗേലിന് അവസരം ലഭിച്ചത്. യുദ്ധഭൂമിയിൽ വെടിയേറ്റ് വീഴുന്നവരെ ശുശ്രൂഷിക്കുക, യുദ്ധഭൂമിയിലേക്ക് രാന്തൽ വിളക്കുമായിട്ട് കടന്നുപോയി വീണ് കിടക്കുന്നവരെ മരുന്നും ലേപനവും വെച്ച് ശുശ്രൂഷിച്ച് അവരുടെ വേദനയിൽ പങ്കുചേരുക എന്നായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ ദ സെയിൻറ്റ് ഓഫ് ലൈറ്റ് എന്ന് പറയുക, വെളിച്ചത്തിൻ്റെ വിശുദ്ധ എന്ന് പറയുക. ചെറിയ കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, വീഴുന്നവരെ പറ്റുന്ന രീതിയിൽ, തനിക്കാകുന്ന രീതിയിൽ ശുശ്രൂഷിക്കാനുള്ള ഒരു മനോഭാവം ഫ്ലോറൻസ് നൈറ്റിംഗേൽ കാണിച്ചു. 2014 പെന്തക്കൊസ്ത തിരുനാളിന് തലേ ദിവസം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എല്ലാവരെയും കണ്ടുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇപ്രകാരമായിരുന്നു: നിങ്ങളിൽ എത്ര പേര് ഭിക്ഷ കൊടുത്തിട്ടുണ്ട്? പാവപ്പെട്ടവർക്ക് ഭിക്ഷ കൊടുത്തിട്ടുണ്ട്? അവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ ഒറ്റ സ്വരത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൈപൊക്കി. പാപ്പ അവരെല്ലാം അഭിനന്ദിച്ചു. പാപ്പ അടുത്ത ചോദ്യത്തിലേക്ക് പോയി. നിങ്ങൾ ഭിക്ഷ കൊടുത്തപ്പോൾ ഈ ഭിക്ഷക്കാരൻ്റെ കണ്ണിലേക്ക് എത്ര പേര് നോക്കിയിട്ടുണ്ട്? സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ആകെ ശാന്തതയായിരുന്നു. പാപ്പ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയി. നിങ്ങൾ ഭിക്ഷ കൊടുത്തപ്പോൾ എത്ര പേര് ആ ഭിക്ഷക്കാരൻ്റെ കൈ ഒന്ന് തൊട്ടിട്ടുണ്ട്? അവിടെയും ശാന്തതയായിരുന്നു. പാപ്പ പറഞ്ഞു, നിങ്ങൾ നോക്കാതിരുന്നതും നിങ്ങൾ തൊടാതിരുന്നതും ക്രിസ്തുവിനെയായിരുന്നു. നിങ്ങൾ നോക്കാതിരുന്നതും നിങ്ങൾ തൊടാതിരുന്നതും ക്രിസ്തുവിനെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പാപ്പായുടെ ഈ വാക്കുകൾ നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം എന്നറിയാം. ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എന്താണ് നാം അവഗണിക്കുന്നവരൊക്കെ ഈശോയുടെ മുഖമുള്ള വ്യക്തികളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവഗണിക്കുന്നവരൊക്കെ ഈശോയുടെ മുഖമുള്ള വ്യക്തികളാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുപുരയിലെ ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ പേര് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ്. ഫറോക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഹോസ്പിറ്റലുള്ളത്. അവിടെയും ഒരു ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഉണ്ട്. അവിടുത്തെ ആശുപത്രിയിലെ മെയിൻ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന നർഗീസ് ബേഗം എന്ന് പറയുന്ന ഒരു സഹോദരി തൻ്റെ ആശുപത്രി ശുശ്രൂഷയ്ക്ക് ശേഷം എവിടെയൊക്കെ ആൾക്കാർക്ക് ആവശ്യങ്ങളുണ്ടോ, എവിടെയൊക്കെ ആരെങ്കിലും രോഗിയായി കിടക്കുന്നുണ്ടോ, എവിടെയൊക്കെ ഒരു വ്യക്തിക്ക് വിഷമം കടന്നു വന്നിട്ടുണ്ടോ, അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ, അവരിലേക്ക് തൻ്റെ സ്കൂട്ടിയും എടുത്തുകൊണ്ട് ഈ നർഗീസ് ബേഗം ഓടിച്ചെല്ലും. വിവാഹ സഹായത്തിന് ആർക്കെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ക്യാൻസർ ബാധിച്ച് ആശുപത്രിയിലേക്ക് വരാൻ സാധിക്കാതെ കട്ടിലേക്ക് കിടക്കുന്നവരടുത്തേക്ക് പോയി അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട്, എവിടെയെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് കാലും കഴിയും ആകെ വിഷമമായിട്ട് നടക്കാൻ പറ്റാത്തവരുടെ അടുത്തേക്ക് പോയി അവരെ ശുശ്രൂഷിക്കാനുള്ള മനോഭാവത്തിലേക്ക്. എന്താണ് അതിന് കാരണം? നർഗീസ് ബേഗം തന്നെ പറയുന്നത്, അവരിലൊക്കെ പടച്ചോൻ്റെ മുഖം ഞാൻ കാണുന്നുണ്ട്, അവരിലൊക്കെ പടച്ചോൻ്റെ മുഖം ഞാൻ കാണുന്നുണ്ടെന്ന് നർഗീസ് ബേഗം പറയുകയാണ്. വിശുദ്ധ കുർബാനയിൽ നാം ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വാക്കല്ലേ ക്രിസ്തുവിൻ്റെ ശരീരം, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കടന്നു വരുമ്പോൾ വൈദികൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് വിശുദ്ധ കുർബാന കൊടുക്കുന്ന പ്രകാരമാണ് ഈശോയുടെ ശരീരവും രക്തവും, ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ആരാണ് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ്? ആരായിരുന്നു ഈ ക്രിസ്തുവിൻ്റെ ശരീരം? ഈ ഭൂമിയിൽ ജനിച്ചു വീണപ്പോൾ ഒരിടം പോലും കിട്ടാതെ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ട, ഒരിക്കലും അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ ക്രിസ്തുവിൻ്റെ ശരീരം. ജനിച്ചു വീഴാൻ ഒരിടം പോലുമില്ലായിരുന്നു. അതുകൊണ്ടാണ് മനോഹരമായി മത്തായിയുടെ സുവിശേഷം 25 ഈശോ തന്നെ പറയുന്നത്, ദാഹിക്കുന്നവര്, വിശക്കുന്നവര്, പരദേശികര്, കാരുണ്യം ആഗ്രഹമുള്ളവര്,
കാരാഗൃഹത്തിൽ കിടക്കുന്നവർ ഒക്കെ കാരുണ്യം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഈ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഈശോയെ കാണാനും അവർ നമ്മുടെ സ്വന്തമാണെന്ന് മനസ്സിലാക്കി അവരെ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വളരാൻ സാധിക്കണം. രണ്ടാമതായിട്ട് സുവിശേഷം പറയുകയാണ്, കരുണയുടെ ഫലങ്ങൾ നിറഞ്ഞവരായി സഭയെ പടുതുയർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കരുണയുടെ ഫലങ്ങൾ, ദി ആക്ട്സ് ഓഫ് മേഴ്സി. കോഴിക്കോട് ലത്തീൻ രൂപതയുടെ രൂപതാ അധ്യക്ഷനാണ് ബഹുമാനപ്പെട്ട വർഗീസ് ചക്കാലയ്ക്കൽ പിതാവ്. പിതാവ് തൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം പങ്കുവെക്കുന്നുണ്ട്. പിതാവിൻ്റെ ബിഷപ്സ് ഹൗസിൽ എല്ലാ ദിവസവും ഒരു വ്യക്തി ഭിക്ഷ യാചിച്ച് കടന്നു വരും. അവനെ കാണുമ്പോൾ പിതാവ് തൻ്റെ പോക്കറ്റിലുള്ള സംഭവം എടുത്ത് കൊടുക്കും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ പിന്നെയും തിരിച്ചു വന്നു. പിതാവ് രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ചാപ്പലിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഇവനെ കണ്ടു. ഇവനെ കണ്ടിട്ട് ഇവന് എല്ലാ പ്രാവശ്യം കൊടുക്കുന്ന പോലെ കൊടുത്തു. എന്നിട്ട് പിതാവിൻ്റെ മുറിയിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ പിതാവ് തിരിച്ച് ചാപ്പലിൽ നിന്ന് കടന്നു വന്നപ്പോൾ ഇവനെ തിരിച്ചു കണ്ടു. അപ്പോൾ ഇവനോട് ചോദിച്ചു, ഇന്നലെ തന്നതല്ലേ? അവൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കാനും മരുന്ന് മേടിക്കാനും പിതാവെ കാശ് തികഞ്ഞില്ല, അതുകൊണ്ട് പിതാവ് എന്തെങ്കിലും തരണമെന്ന്. പിതാവ് പോക്കറ്റിലേക്ക് കൈ ഇട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന മൊത്തം എടുത്ത് അവന് കൊടുത്തു. അങ്ങനെ അവൻ പോയി. പിറ്റേ ദിവസം പിതാവ് തിരിച്ച് കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഇവനെ പിന്നെയും കണ്ടു. പിതാവിന് അല്പം വിഷമമായി, അല്പവും ദേഷ്യവുമായി. കാരണം ഏകദേശം ഒരാഴ്ച കയ്യിൽ വെക്കാൻ പറ്റുന്ന അത്ര കാശ് ഇവൻ്റെ അടുത്ത് പിതാവ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനോട് ചോദിച്ചു, എന്തു പറ്റി? അവൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല എന്ന് പിതാവിനോട് പറഞ്ഞു. പിതാവ് പറഞ്ഞു, അല്പം ദേഷ്യത്തോട് തന്നെ പറഞ്ഞു, ഇന്നലെ ഞാൻ ഇത്രയും പൈസ തന്നില്ലായിരുന്നോ എന്ന്. അതെവിടെ പോയി? അത് തികഞ്ഞില്ല, അത് തീർന്നു പോയി എന്നവൻ പറഞ്ഞു. മുഴുവൻ ചെലവാക്കിപ്പോയി എന്നവൻ പറയുകയാണ്. ഭക്ഷണം കഴിക്കാൻ പണം എനിക്ക് ഇല്ല എന്ന് പറഞ്ഞു. ഉടനെ പിതാവ് അവനോട് ചോദിച്ചു, മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് നീ മനസ്സിലാക്കണ്ടേ എന്ന്. മനുഷ്യരുടെ ബുദ്ധിമുട്ട് നീ മനസ്സിലാക്കണ്ടേ എന്ന് പിതാവിനോട് ചോദിച്ചു. അപ്പോൾ ഉടനെ അവൻ പിതാവിനോട് മറുപടി പറഞ്ഞു, ഞാൻ മനുഷ്യരോടല്ലല്ലോ പിതാവിനോടല്ലേ ചോദിക്കുന്നത്. ഞാൻ മനുഷ്യരോടല്ലല്ലോ പിതാവിനോടല്ലേ ഞാൻ ചോദിക്കുന്നത് എന്ന്. അയാളുടെ ഈ ഉത്തരം കേട്ട് പിതാവ് സ്തംഭിച്ചു പോയി. പിതാവ് ആകെ ഷോക്കായിപ്പോയി. അയാൾക്ക് കുറച്ചുകൂടി പണമെടുത്ത് കൊടുത്ത് അയാളെ പറഞ്ഞ് അയച്ചു, നിങ്ങൾ ഒരു പിതാവാണ്. പിതാവ് സാധാരണ മനുഷ്യരെ പോലെയല്ല. ചിന്തിക്കുന്ന ഒരു വലിയ സത്യമാണ് അവൻ എന്നോട് പറഞ്ഞത് എന്ന് പിതാവ് എഴുതി വെക്കുകയാണ്. നിങ്ങൾ ഒരു പിതാവാണ്. പിതാവ് സാധാരണ മനുഷ്യനെ പോലെയല്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെയും സ്വഭാവം അതുതന്നെയാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ മനോഹരമായി നമ്മൾ കാണുക. മറ്റാരും ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യമാണ് ധൂർത്തപുത്രൻ്റെ അപ്പൻ തൻ്റെ ജീവിതത്തിൽ കാണിച്ചത്. കരുണയോടെ കാരുണ്യത്തോടെ കടന്നുപോയി നഷ്ടപ്പെട്ടു പോയ മകനെ കാരുണ്യത്തോടെ സ്വീകരിക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം. പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുക എന്ന് ഇന്ന് സുവിശേഷം നമ്മളെ ഓർപ്പിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് ഇത് തന്നെയാണ്. മറ്റ് മതങ്ങളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ക്രിസ്ത്യാനിയെ കാണുമ്പോൾ അന്യമതസ്ഥർ ആഗ്രഹിക്കുന്നതും കാണുന്ന ഒരു സ്വഭാവം ഇതാണ്. എന്താണ്? അവൻ കരുണയുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത. ഈ കൈത്താക്കാലത്ത് നമുക്ക് ജീവിതത്തിൽ വളർത്തേണ്ടതും ജീവിതത്തിൽ നിർവഹിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു മനോഭാവമാണ് കരുണയുടെ മനോഭാവം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഒന്ന്, എല്ലാവരിലും ഈശോയെ കാണുവാൻ, ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങൾ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന വ്യക്തികളായി നമുക്ക് തീരാം. രണ്ടാമതായിട്ട്, കരുണയുടെ ഫലങ്ങൾ നിരന്തരമായി ജീവിതത്തിൽ ലഭിക്കുന്ന സമയങ്ങളിലൊക്കെ അവസരങ്ങളിലൊക്കെ
കാരുണ്യത്തിൻ്റെ സ്വഭാവം വളർത്തിയെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെയും കരുണയിൽ വളർത്തണമേ എന്ന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തിനും ഉത്സാഹത്തോടു കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായെ നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളെ ചൂടുന്നെടുത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യദൈവത്വം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവൊത്ത് പങ്കാളികളാകാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മാർ ജോർജ് ആൽജിർസ് മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ ഉപാധ്യക്ഷനായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യം വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, സ്ലിഹന്മാരും പ്രവാചകന്മാരുമാക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവം വിളിക്കാനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായി ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാവുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരെ ശുശ്രൂഷിക്കുന്നവരെ രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കുകയും കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സകലരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, ഈ ആരാധന സമൂഹത്തിന്റെ യാചനകൾ ദയാപൂർവം സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് സുഹൃതങ്ങളിൽ അനുദിനം വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പശ്ചാത്താപത്തിൻ്റെയും പ്രായശ്ചിത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ചൈതന്യത്തിൽ അങ്ങുമായും സഹോദരങ്ങളുമായും ഐക്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെ നാഥനായ ദൈവത്തിന്റെ കൃപാസന്ത കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവ് തന്നെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേ നിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക നാം അഖിലരും ഒന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാ. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദിമുതലേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതിന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവജനമെല്ലാം ആമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകടം ചൂടിയ രക്തസാക്ഷികളുടെ സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വ പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി
മിശിഹാൻ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലഷ്ടിക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിലൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിഴകൾ സഹിക്കുകയും സ്ലീവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമായ മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാത്രിയർക്കീസമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹത്തിലും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ വിജയനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്ക് ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ ശരീരവര ശുശ്രൂഷരാകുവാൻ എളിയവരും പാപികളുമായിരുന്നു ഞങ്ങൾ അങ്ങേ കാരുണ്യത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോട് പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുന്ന് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാ ദൈവത്തിരുബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ.
സമാധാനം നമ്മുടെ കൂടെ. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലെ സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവേന്മാരോടും സ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുമോനും ധന്യൻ. ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്ന് പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയിലുള്ള സമാനകാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തിന് പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അതിനുദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിലബലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു.
നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുവരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും എതിരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും മേലധ്യക്ഷനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭാ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതനമാം വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യപ്രത്യാശരം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാവശ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃകാപരമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നതയിൽ നിൽക്കുന്നു ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തനുകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരേണമേ. Let us all bow our heads and pray for the coming of the Holy Spirit. നിന്റെ ദാസരുടെ കുർബാനയുടെ നാവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്ക് തന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷകട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാ ഞങ്ങളടയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്വവിധം എന്നോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യത്തിലേക്ക് അനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ ഓരോരുത്തരും തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്ത് നിറകിതും ലോകത്തിൽ മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമുടെന്നെ കൈക്കൊള്ളുമോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളെ സമീപിക്കാം. അനുതാപത്തിലുള്ളാകുന്ന ശരണത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും ഭാവചനയും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറുഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. അരൂപിക്കടുത്ത് ദിവ്യകാരുണ്യ സ്വീകരണ സമയമാണ്. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലാം. Children and youth, kindly look to the screen to say the prayer in English by yourself. സ്നേഹനിധിയായ ഈശോയെ, സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിധനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ ആത്മീയമായി അങ്ങന്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. അങ്ങിപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റു പറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന്
നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ആമേൻ. ദിവ്യകാരുണ്യമാ എൻ്റെ ഉള്ളിൽ നീ വരണേ. മിഴിനീരുമായി ഞാൻ കാത്തിരിപ്പു. നീ എന്നിലലിയാൻ കാത്തു നിൽപ്പു. വേഗം വരണമേ. ദിവ്യകാരുണ്യമാ എൻ്റെ ഉള്ളിൽ നീ വരണേ. മിഴിനീരുമായി ഞാൻ കാത്തിരിപ്പു. നീ എന്നിലലിയാൻ കാത്തു നിൽപ്പു. വേഗം വരണമേ. വാവാ യേശുനാഥ എൻ്റെ ഉള്ളിൽ വന്നിടൂ. ഹൃത്തിനുള്ളിൽ നിത്യകാലം വാസം ചെയ്യണേ. തിരുജീവനേ ഗണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാരത്താൽ സ്വർഗവും പരിശുദ്ധവും ജിതാന്തേകമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ ഹൃദയങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വലിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരത്വത്തിൻ്റെ മഹിന്യ മുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്ഥയിൽ നകറ്റണമേ. അങ്ങയോട് കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചേർക്കുവാനും അവർ സദാ ഉത്സരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ പല സമ്മർദ്ദങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരിസ്ഥിതി സ്വഭാവത്തിനും അവിടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യാമറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. വിശുദ്ധ ചാവറയച്ച, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കൊച്ചുദ്രേസ്യായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. വാഗ്ദാനം ചെയ്യപ്പെട്ട ദേശത്തേക്കുള്ള യാത്രയിൽ ഇസ്രായേലിനെ അത്ഭുതകരമായി അങ്ങ് സംരക്ഷിച്ചു. പുതിയ ഇസ്രായേലായ സഭയെ അങ്ങയുടെ അജപാലകൻ വഴി നയിക്കുകയും വചനവും വിശുദ്ധ കുർബാനയും മറ്റ് കൂദാശകൾ വഴി പരിപോഷിക്കുകയും ചെയ്തതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. അപ്പത്തിന്റെ സാദൃശ്യത്തിൽ ഞങ്ങളുടെ ഭക്ഷണമായി തീരുന്ന മിശിഹായെ നിന്റെ അനന്ത സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. നീ സ്ഥാപിച്ച വിശുദ്ധ കുർബാന ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് ശക്തി പകരട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ, നീ അരുളിയതാ തിരുവചനങ്ങൾ മഹനീയം. ഉപമകൾ വഴിയായി നാഥാ നീ
നൽകിയ പാവന സന്ദേശം. മിശിഹാതൻ തിരുയാഗത്തിൽ പങ്കാളികളായി തീർന്നിടാൻ ജീവിതയാഗം പീഠത്തിൽ നിത്യവും എന്നും അണച്ചിടുവാൻ. അവസാനം പരമോന്നതനാം സ്വർഗവിരുന്നിനു ചേർന്നിടുവാൻ കൃപയരുളട്ടെ സകലേശൻ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണ ബലിപീഠമേ സുസ്ഥിയും. ഞങ്ങളുടെ കർത്താവിന്റെ കവടമേ സുസ്ഥി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിച്ചു കൊള്ളുന്നു. മുറിവേതുമറിയുന്നൊരമ്മ, എൻ്റെ കുറവോർത്തൊരുകുന്നൊരമ്മ. മുറിവേതുമറിയുന്നൊരമ്മ, എൻ്റെ കുറവോർത്തൊരുകുന്നൊരമ്മ. സിയോന്റെ വാതിൽ പടിയിലിരുന്ന് കുഞ്ഞേവായെന്നോതുമമ്മ, എനിക്കീശോയെ നൽകുന്നൊരമ്മ. സിയോന്റെ വാതിൽ പടിയിലിരുന്ന് കുഞ്ഞേവായെന്നോതുമമ്മ, എനിക്കീശോയെ നൽകുന്നൊരമ്മ. മുറിവേതുമറിയുന്നൊരമ്മ, എൻ്റെ കുറവോർത്തൊരുകുന്നൊരമ്മ. മനസാൽ കുരിശോടു ചേർന്നു നിന്ന് ശ്രീവായെ മാനിച്ച സ്ത്രീയാണു നീ. മനസാൽ കുരിശോടു ചേർന്നു നിന്ന് ശ്രീവായെ മാനിച്ച സ്ത്രീയാണു നീ. പ്രിയമകൻ തോളേറ്റുവാങ്ങും വരെ ആ കുരിശു ചുമന്നത് നീ തന്നെയാ. പ്രിയമകൻ തോളേറ്റുവാങ്ങും വരെ ആ കുരിശു ചുമന്നത് നീ തന്നെയാ. ആവേ ആവേ